എല്ലാവരും ബെഡിൽ ഈ തണുപ്പിനെ അകറ്റാനുള്ള റിജോയ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെയൊക്കെ ഉള്ളതാണ്. അവർ തരും. അതൊക്കെ ഇട്ട് നോക്കിയിട്ടൊന്നും എല്ലാവരും കിടന്ന് കിടുങ്ങുകയും ബഹളം വെക്കുകയും ചെയ്യുകയാണ്. ഷിർദി ബാബ പോലുള്ള കുറേ സന്യാസിമാരിരുന്ന് എന്നെ പരിഹസിക്കുന്നതാണ് കണ്ടത്. മറ്റ് സംഭവങ്ങൾ അവിടെ വെച്ച് ശിവനെ കണ്ടതൊക്കെ ഈ 13 പോയ ശേഷം പിന്നെ ഞാൻ 2018 അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് ആ സമയത്താണ് ശിവനെയും കാണാൻ പറ്റിയത്. അവിടുത്തെ ആ പ്രതിഷ്ഠയിൽ എനിക്ക് ആലിംഗനം ചെയ്ത് സമാധിയിൽ 2 മണിക്കൂർ കിടക്കാൻ പറ്റിയത്. അതായത് ഭക്തിയിൽ ബ്രാഹ്മണർക്ക്, ബ്രഹ്മജ്ഞാനികൾക്ക്, ബ്രാഹ്മണർ എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനികളാണ്, അവർക്ക് അഗ്നിയാണ് ദൈവം. അവർ അഗ്നിയിലാണ് ഹോമിക്കുന്നത്, ഹവിസ് അർപ്പിച്ചാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കേദാർനാഥിലെ 2013 ജൂൺ 13 ക്ലൗഡ് ബ്ലാസ്റ്റ് മൂലമുണ്ടായ വെള്ളപ്പൊക്കം, അതുമായിട്ട് അനുബന്ധപ്പെട്ട ഒരു കഥ. അതാണ് ഞാൻ പറയുന്നതാണ് അതിന് കാരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അനുബന്ധപ്പെട്ട ഒരു കഥ എൻ്റെ ഉള്ളിലുണ്ട്. 2012 ജൂണിൽ ഞാൻ കേദാറിൽ പോയിരുന്നു. പോകുമ്പോൾ ഞങ്ങളൊരു 8-10 പേരുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഡോക്ടർമാരായിരുന്നു. ഒന്ന് എൻ്റെ പൂർവ്വജന്മത്തിലെ ഒരു വ്യക്തിയാണ്, ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. യേശുവിൻ്റെ കാലത്ത് ജീവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങളെല്ലാം അവിടെ ചെന്നു. അക്കാലം 2012 അതിഭയങ്കര തണുപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ തണുപ്പെന്ന് പറഞ്ഞാൽ അതികഠിനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, തൊഴാൻ പറ്റുന്നില്ല, ഭയങ്കര ക്യൂ ആണ്. ഞങ്ങളെല്ലാം റൂമിലോട്ട് പോയി. റൂമിൽ കയറി എല്ലാവരും ബെഡിൽ ഈ തണുപ്പിനെ അകറ്റാനുള്ള റിജോയ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെയൊക്കെ ഉള്ളതാണ്, അവർ തരും. അതൊക്കെ ഇട്ട് നോക്കിയിട്ടൊന്നും എല്ലാവരും കിടന്ന് കിടുങ്ങുകയും ബഹളം വെക്കുകയും ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാൾ വിളിച്ചു പറയുന്നു, സാറേ എന്നെ രക്ഷിക്കണേ, ഓടിവായോ എന്ന്. അപ്പോൾ എനിക്ക് ഈ കിടന്ന് വിറയ്ക്കാൻ അപ്പോൾ തോന്നിയില്ല. ഞാൻ ഓടിച്ചെന്നു. ഒന്നിച്ച് ഈ റിജോയിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഓടിച്ചെന്നു. അയാളെ കൈയും കാലും ഒക്കെ നന്നായി തിരുമ്മി മർദ്ദിച്ച് നന്നായി അയാളുടെ വെപ്രാളം മാറ്റി. അപ്പോൾ തൊട്ടടുത്ത് അന്നൊരു ഡാബ, ഒരു ചായ മാത്രം വെക്കുന്ന കടയുണ്ട്. അവിടെ നിന്നൊരു ചൂട് ചായയും മേടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അടുത്ത വിളിയോട് എല്ലാവരും വിളിച്ചു പോവാണ്, എന്നെ രക്ഷിക്കുമോ എന്നും പറഞ്ഞു. എൻ്റെ പേര് വിളിച്ചിട്ട് സാറേ ഓടിവായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെല്ലുന്നത്. എനിക്ക് സമയം കിട്ടുന്നില്ല. ഈ 7-10 പേരുണ്ട്. ഈ 7-10 പേരെയും തിരുമാനുള്ള സമയം തിരുമാനം അവരെ ഒരു മലൈസ് ചെയ്തിട്ടൊരു ഒരു ഹോട്ട് മൂഡിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നാലും കഴിയുന്നത്ര ഞാൻ ശ്രമിച്ച് അവരെ കാലൊക്കെ നന്നായി മലൈസ് ചെയ്ത് ഒരു മാസേജ് ചെയ്ത് ഞാൻ ഒരു ഹോട്ട് കണ്ടീഷനിൽ എത്തിച്ച് എല്ലാവർക്കും അവർ പറഞ്ഞ കാപ്പിയാണെങ്കിൽ കാപ്പി, ചായ മേടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ തളർന്നു. ഞാൻ ഒരു റിജോയുടെ കീഴിൽ ഞാനും പിടിച്ചു. പിന്നെ നേരം വെളുക്കത്താണ്. ഇത്രയും പേരെ ഈ തിരുമിയത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിനുണ്ടായത് കൊണ്ട് എല്ലാവരും എണ്ണിച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എണ്ണിക്കാൻ പറ്റിയത്. ഞാൻ എണ്ണീറ്റ് കഴിഞ്ഞ് കേദാർനാഥിൽ പുറത്തു നിന്ന് തൊഴാനേ പറ്റുള്ളൂ. അകത്ത് പോകണമെങ്കിൽ ക്യൂവിൽ പോകണം. ആ ക്യൂവിൽ പോയി ഇങ്ങ് വരുമ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ളവരെല്ലാം താഴെ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് തൊഴുതിട്ട് അങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഡോക്ടർമാർ കിടന്ന് വിളിച്ചു പോകുന്നു. അവരെ മുന്നേ പോവുകയാണ്. എൻ്റെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, സാറേ ഓടിവായോ, സാറിൻ്റെ കൂടെയുള്ള ആൾ പ്രശ്നമാണ്, ഓടിവാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഓടാൻ പറ്റത്തില്ല. കാരണം 2 പാൻറ്റ്, 2 സ്വെറ്റർ, 2 ക്യാപ്പ്, 2 മങ്കി ക്യാപ്പ്, 2-3 സോക്സ്, ഇങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഓടുന്നത്? നടക്കാൻ പോലും പറ്റില്ല. പിന്നെ ഈ ചന്തയിൽ ചെന്നിറങ്ങുന്നവർ പോകുന്ന പോലെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് എന്നാലും ശക്തിയെടുത്തിട്ട് ആഹാരം നേരാമണ്ണം കഴിച്ചിട്ടില്ല. ആഹാരം നേരാമണ്ണമല്ല, കഴിച്ചിട്ടേ ഇല്ല. തലേന്ന് ഏതാണ്ട് ഉച്ചയ്ക്കങ്ങാണ്ട് കഴിച്ചതാണ്. പിന്നൊന്നും കഴിച്ചിട്ടേ ഇല്ല. ഒരു വിധത്തിൽ ഞാൻ ഒരിടക്കലെത്തി പെട്ടെന്ന് തന്നെ. അപ്പോഴെത്തിയപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയ ആൾ അവശനായി എന്നും പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് പോയി കിടക്കുകയാണ് എന്നാണ്. ഇങ്ങനെ പോയി കിടക്കുന്ന ആളെ പെട്ടെന്ന് ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ പുറത്തൊന്ന് തട്ടി. അയാൾ എണ്ണീറ്റു. ഇതും കൊണ്ട് ഞാൻ എങ്ങനെ നാട്ടിലെത്തി അയാളുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ മനോവിഷമം ഇതെല്ലാം കൂടെ എന്നെ വല്ലാതെ ബാധിച്ചു. എന്തായാലും ഈശ്വരഭാഗ്യം കൊണ്ട് അയാൾ എണ്ണീറ്റപ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്കൊരു ഹലൂസിനേഷൻ. ആ വലിയ ഉയരത്തിലുള്ള മഞ്ഞ് പർവ്വത നിരകളിൽ ഈ അദ്ദേഹത്തിൻ്റെ ശിവൻ്റെ ഭൂതഗണങ്ങളായാണോ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ സഹ അംശങ്ങളാണോ എന്നറിയില്ല. ഈ ബാബ പോലുള്ള, ക്രിയാബാബയല്ല, ഷിർദി ബാബ പോലുള്ള കുറേ സന്യാസിമാരിരുന്ന് എന്നെ പരിഹസിക്കുന്നതാണ് കണ്ടത്. ഇതെൻ്റെ ഹലൂസിനേഷനായിട്ട് കരുതിയാൽ മതി ഞാനിത് പറയുന്നെങ്കിലും, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവരെല്ലാം ഇരുന്ന് പരിഹസിക്കുകയാണ്. ഞാനവിടെ നിന്നുകൊണ്ട് എനിക്കെന്തായാലും ഭക്തിയൊന്നും തോന്നിയില്ല. നീയെന്ന് തന്നെയാണ് വിളിച്ചത്. 1 വർഷത്തിനകം കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആളെയും കൊണ്ട് താഴെ പോന്നു. അടുത്ത വർഷം 2013 ജൂൺ 13 രാത്രിയിൽ ആ ഭാഗം മുഴുവൻ, ആ പറഞ്ഞ കെട്ടിടവും ആ കെട്ടിടങ്ങളും ഇപ്പോൾ കാണുന്നത് ഒറ്റ അമ്പലമേ ഉള്ളൂ. അതൊഴിച്ച് ബാക്കി മുഴുവനും വെള്ളത്തിലായി, ഗംഗയിലായി, ബംഗാൾ ഉൾക്കടലിൽ പതിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അത് എൻ്റെ ശാപം കൊണ്ടൊന്നുമല്ല, അത് സംഭവിക്കേണ്ടത് സംഭവിച്ചു. പക്ഷേ അതിനകത്ത് എൻ്റെ ഒരു മനോവിഷമം, ചെറിയൊരു മനോവിഷമം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേൾവിക്കാർ അത് ഞാനേതോ ഒരു വലിയ മഹാനാണെന്ന് ധരിച്ചു കളയരുത്. എൻ്റെ ഒരു ചെറിയ മനോവിഷമം അതിനകത്തുണ്ടായിരുന്നു. എന്തായാലും അത് സംഭവിച്ചു. അത് ആ ഡേറ്റിൽ തന്നെയാണ്, അതിന് തലേ വർഷം ഞാൻ ഈ പറഞ്ഞ കഥ സംഭവിച്ചത്. ഇതാണ് കേദാർനാഥിനെ പറ്റി ഉണ്ടായ സംഭവം. അവിടെ ഉണ്ടായ മറ്റ് സംഭവങ്ങൾ, അവിടെ വെച്ച് ശിവനെ കണ്ടതൊക്കെ ഈ 13 പോയ ശേഷം പിന്നെ ഞാൻ 2018 അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് ആ സമയത്താണ് ശിവനെയും കാണാൻ പറ്റിയത്. അവിടുത്തെ ആ പ്രതിഷ്ഠയിൽ എനിക്ക് ആലിംഗനം ചെയ്ത് സമാധിയിൽ 2 മണിക്കൂർ കിടക്കാൻ പറ്റിയത്. എനിക്കും എൻ്റെ കൂടെ വന്ന ആളിനും എന്താ പറയുക, 2 മണിക്കൂർ കൊണ്ട് മുകളിൽ ചെല്ലുകയും 2 മണിക്കൂർ അവിടെ സമാധി കിടക്കുകയും 2 മണിക്കൂർ കൊണ്ട് ആകെ ടോട്ടൽ 6 മണിക്കൂർ കൊണ്ട് തിരിച്ച് താഴെ എത്താൻ ഉപകരിച്ചതും പാർവതിയെ കാണാനും ശിവനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെ കാണാനും അവിടെ സമാധിയായി കിടക്കാനും ഒക്കെ ഉണ്ടായത് പിന്നെ പോകുന്ന 2018. അതിനിടയ്ക്ക് എന്തോ അല്ല, അവിടുത്തെ യാത്രയില്ല. വഴികളെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതുകൊണ്ട് യാത്രയെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. യാത്ര പുനരാരംഭിച്ചത് 2017 18 ആണ്. 18 പിന്നെ പോകുന്നത് ഞാൻ. അപ്പോഴാണ് ഞാൻ ഈ സമാധി ലബ്ധി പോലുള്ള കാര്യങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഇത്രയൊക്കെയാണ് എനിക്ക് കേദാർനാഥനെ പറ്റി പറയാനുള്ളത്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ നിന്ദിക്കുകയല്ല, വന്ദിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ എനിക്ക് നമസ്കരിക്കാൻ പറ്റുകയും ചെയ്തുള്ള ആ സ്മരണ നിർത്തിക്കൊണ്ട്, പക്ഷേ എൻ്റെ ഒരു മനക്ലേശവും അവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ പിന്നിൽ ചെറിയൊരംശം, 0.0001% ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഭക്തി എന്ന് പറയുമ്പോൾ അത് നാരദീയ ഭക്തിസൂത്രമാണ് അതിന് ആധികാരികമായി എടുക്കുന്ന പുസ്തകം. ഭക്തിസ്തു പരമ പ്രേമരൂപ, പരമമായ ഈശ്വരനോട് തോന്നുന്ന പ്രേമരൂപമാണ് ഭക്തി. ആ ഭക്തിയിൽ ആണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന വിഗ്രഹാരാധനയും മറ്റാരാധനകളും എല്ലാം അതിനകത്താണ് വരുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ഇതര മതക്കാർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ആരാധനാക്രമമാണ് വിഗ്രഹാരാധന. വിഗ്രഹങ്ങളെ ആരാധിക്കുക, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവന്മാരുടെ ഈശ്വരന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്നും പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഗർഗസംഹിതയിൽ ഭക്തിയെപ്പറ്റി ഒരു 3-4 തിരിച്ചിട്ടുണ്ട്. അഗ്നിദേവോ ദുജാതീനാം മുനീനാം ഹൃദയ ദൈവതം പ്രതിമാ സ്വൽപബുദ്ധസ്യ സർവത്ര സമദർശിനഃ. അതായത് ഭക്തിയിൽ ബ്രാഹ്മണർക്ക്, ബ്രഹ്മജ്ഞാനികൾക്ക്, ബ്രാഹ്മണർ എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനികളാണ്, അവർക്ക് അഗ്നിയാണ് ദൈവം. അവരഗ്നിയിലാണ് ഹോമിക്കുന്നത്, ഹവിസ് അർപ്പിച്ചാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അഗ്നിദേവോ ദ്വിജൻ, ബ്രാഹ്മണൻ. അവിടെ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാനി ഇത് ബ്രഹ്മജ്ഞാനി എന്നുള്ള അർത്ഥമാണ്. ബ്രഹ്മജ്ഞാനം കിട്ടിയവർ അഗ്നിയിലാണ് അവർ ഹോമിക്കുക. ഇപ്പം തന്നെ ഈ നമ്മുടെ ഹിമാലയത്തിലുള്ള സ്വാമിമാർ എല്ലാം മിസ്റ്റർ എമ്മിൻ്റെ കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ മുമ്പിൽ തീ കത്തിച്ച് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ സന്യാസ സംഘങ്ങൾ മുഴുവൻ, അതിൻ്റെ പ്രത്യേക പേരുണ്ട്, നാഥ സമ്പ്രദായം. നാഥസമ്പ്രദായത്തിന് മുഴുവൻ അഗ്നിയാണ് പ്രധാനം. വൈകുന്നേരവും രാവിലെയും അല്ലെങ്കിൽ രാത്രിയിലായാലും അഗ്നി കൂട്ടി അതിൻ്റെ മുമ്പിൽ ഇരുന്ന് അഗ്നിയിലോട്ട് നോക്കിയാണ് അവർ ജപമായാലും ധ്യാനമായാലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അഗ്നിയാണ് അവരുടെ ദൈവം. അപ്പോൾ അഗ്നിയിലൂടെയാണ് അവർ ദൈവത്തെ കാണുന്നത്. അഗ്നിയാണ് അവർ ദൈവം എന്ന് പറയുന്നത് തെറ്റാണ്. അഗ്നിയിലൂടെയാണ് അവർ ദൈവത്തിലേക്ക് ഉള്ള യാത്ര. ഇതൊരു മാർഗമാണ്. ആ മാർഗം അഗ്നിയിലൂടെയാണ്.
അത് എമ്മിൻ്റെ പുസ്തകം വായിച്ചാൽ നന്നായി എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. നമ്മൾ അഗ്നിദേവോ ദ്വിജാതീനാം, ദ്വിജന്മാരായിട്ടുള്ളവർക്ക് അഗ്നിയാണ് ദൈവം. അഗ്നിദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദയദൈവതം. മുനിമാർ, മൗനികളായിട്ടുള്ളവർ, ബുദ്ധമതക്കാരായാലും ജൈനമതക്കാരായാലും ഹിന്ദുമതത്തിലെ തന്നെ സംസാരം നിർത്തി ധ്യാനത്തിൽ മാത്രം ഇരിക്കുന്നവരായാലും ക്രൈസ്തവ യോഗികളായാലും ഇസ്ലാമിക യോഗികളായാലും എല്ലാവരും സംസാരം വെടിഞ്ഞിട്ട് മൗനത്തിലാകുന്നതിനെയാണ് ഇവിടെ മൗനമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മൗനത്തിലൂടെയാണ് അവർ ഈശ്വരൻ്റെ അടുക്കൽ എത്താൻ മാർഗം തേടുന്നത്. തമിഴിൽ പറയാറുണ്ട്, ഒരു ശിഷ്യൻ ചെന്നു കഴിഞ്ഞാൽ അവനോട് ആദ്യം ഉപദേശം കൊടുക്കുന്നത് മിണ്ടാതിരിട, സൊല്ലാതിരിട എന്നാണ്. അതായത് ആദ്യം മിണ്ടാതിരിക്കാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ മൗനമാണ് അതിൻ്റെ ആ തരത്തിൽ പോകുന്നവർക്ക് പ്രധാന മാർഗം. മുനീനാം ഹൃദി അഗ്നിദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം. മൗനികളായ മഹർഷിമാർക്ക്, മുനിമാർക്ക് അവർക്ക് എന്തിനാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? അങ്ങനെ മൗനം പാലിച്ചാൽ അവരുടെ ദൈവതത്തെ, അവരുടെ ഈശ്വരനെ അവരുടെ ഹൃദയത്തിൽ കാണാൻ പറ്റും. ആ ഹൃദയത്തിൽ കാണുന്ന ഈശ്വരനെയാണ് ഇതിലൂടെ പരമാത്മാവിലേക്ക് അവരെത്തുകയാണ്. നല്ല മാർഗമാണ്. അഗ്നിദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദയദൈവതം പ്രതിമാ സ്വൽപബുദ്ധസ്യ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ തരം പറയുകയാണ് പ്രതിമ, വിഗ്രഹം. വിഗ്രഹം ആർക്കുള്ളതാണ്? ഇപ്പം 2 തരം പറഞ്ഞു. സ്വൽപബുദ്ധസ്യ, ഒരു ബുദ്ധി ഉപയോഗിച്ച് ഒന്നുകിൽ ദ്വിജൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മുനി ചെയ്യുന്നതോ ചെയ്യാം. ഇത് ചെയ്യാൻ വയ്യാത്തവർ അവരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനെ ഒരു പ്രതിമയിലുണ്ടാക്കി ആ പ്രതിമയിൽ നമുക്ക് ആരാധിക്കാം.